ജോസഫ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന ചരിത്രാധിഷ്ഠിത നാടകം പുതിയ വെളിച്ചം. സമകാലീന സമൂഹവുമായോ വ്യക്തികളുമായോ ഈ നാടകത്തിന്റെ കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല. ചാതുർവർണ്ണ ഭീകരതകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ കഥ. പുല എന്നതിനർത്ഥം പാടം. പാടത്ത് പണിയെടുക്കുന്നവർ പുലയർ. സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ഇവരുടെയും പാവങ്ങളുടെയും ഇടയിലേക്ക് ഫാദർ അഗസ്റ്റിൻ സൂര്യ തേജസ്സോടെ വന്നെത്തി. പൊക്കം കുറവായിരുന്നതിനാൽ അദ്ദേഹത്തെ ഏവരും ഫാദർ കുഞ്ഞച്ചൻ എന്ന് വിളിച്ചു. 1973 ഒക്ടോബർ 16 അച്ഛൻ നിത്യതയിലേക്ക് യാത്രയായി. 2006 ഏപ്രിൽ 30 ഫാദർ കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെട്ടവനെന്ന് പേര് വിളിച്ചു. ഫാദർ കുഞ്ഞച്ചന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾ ഏവരുടെയും ആശീർവാദത്തിനായി അപേക്ഷിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. പുതിയ വെളിച്ചം. ഗന്ധർവനോടാ കളത്തി വരാൻ പറഞ്ഞേ. ഓശാരി വിളിക്കണ കേട്ടില്ലേടാ ഗന്ധർവ? എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇതാര് പറഞ്ഞു വിളിക്കാൻ? നീ പറഞ്ഞാ ഗന്ധർവൻ വരുക? എടാ കിഴങ്ങ, ഗന്ധർവൻ ആരാന്താ നിനക്കറിയാവടാ ചീക്കപ്പോത്തെ. ഒരു കാര്യം നമ്മ പറഞ്ഞേക്ക, ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള ഈ പൂവാടി ഇവിടെ നിപ്പുണ്ട്. അതിനിടയ്ക്ക് ഒരു പരികർമ്മി കയറി വിളയണ്ട കേട്ടോടാ. കൊച്ചോലെ തൊഴി തരുന്നുമ്മ ഇല്ലേ? വിളയുകയല്ല, അടിയൻ വിളയുകയല്ല. അയ്യപ്പ അടിയൻ ചിരിതേ അടിയൻ ഉമാലേ മാടേ അടിയൻ അടിയൻ പൂശാരിയായ ഏനിപ്പോ ദൈവമായ അറുകൊല തമ്പുരാന. നമ്മുടെ ദൈവങ്ങളാണ് അറുകൊല, ചാത്തൻ, ചാമുണ്ടി, ഭൈരവൻ, മലങ്കാളി, ചിക്കിടി മുങ്കൻ. തമ്പുരാക്കന്മാരുടെ ദൈവങ്ങൾ വേറെ. തമ്പുരാക്കന്മാരുടെ ദൈവങ്ങൾ പാലും പഴവും നെയ്യും കദളിപ്പഴവും ഒക്കെ കഴിച്ചു. എന്നാ നമ്മുടെ ദൈവങ്ങൾ അങ്ങനെയല്ല. കള്ളടിക്കും, ഇറച്ചി, മീനും തിന്നും. ഏനിപ്പ ദൈവമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പൂവാടി അറുകൊല തമ്പുരാ കള്ളടിച്ചിട്ടുണ്ട്. ഉമ്മാലേം മാതയും ഈ ദൈവത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി ചേർന്ന് നിന്നേ ഒരുങ്ങി നിൽക്കണം. ഒരുങ്ങി നിൽക്കണടാ അറുകൊലച്ചിഷ്ടം. അത്ര അങ്ങനെ ഉരുമണോ? ദൈവത്തെ ചോദ്യം ചെയ്യുന്നോടാ. നിന്നെ നമ്മാ ശവിച്ചൊരു മാക്രിയായിട്ട് വിടട്ടെ, നീർക്കോലി വിരിഞ്ഞിക്കോളും. അയ്യോ വേണ്ട അമ്ര, ഏൻ കെട്ടാൻ പോണ പെണ്ണ പൂമാല. ഉരുമണ കണ്ടപ്പോ വിഷമം കയറി പറഞ്ഞു പോയതാണ്. മുണ്ടരുന്നി അയ്യപ്പാ അടിയ. ഈ പൂമാലയുടെ മേത്ത് ഒരു ഗന്ധർവൻ കേറിയിട്ടുണ്ടെന്നല്ലേ നിന്റെ അഭിപ്രായം? അതേ അമ്ര അല്ലേടി ചിരിതേ? അതേ പറ. രാത്രികാലങ്ങളിൽ ഗന്ധർവൻ വന്ന് മിടലേലിട്ട് മുട്ടും. അപ്പൊ ഇവിടെ ഇറങ്ങിപ്പോവും. ഓ ഗന്ധർവ, നിന്നെ ഏൻ അടങ്ങില്ലടാ. ഏനിപ്പോ എല്ലാം ശരിയാക്കി. ആരാണ് ചിരിതയുടെ മേത്ത് കൂടിയിരിക്കണത്? അറുകൊലയച്ഛന്റെ പെലകി. അറുകൊലയത്തിന്റെ വിലയ്ക്കോ? അതെന്ന് കെട്ടി? ഈ മ്ലേച്ഛന്മാർ എന്തോന്നാണ് കിട്ടു ഈ കാണിക്കുന്നത്? ഒരു തരം പെലതുള്ളലാണേ. കൊട്ടിക്കട്ടെ ചവിട്ട്. ദൈവേ, പഠിച്ച തൊഴിലും ചെയ്യിപ്പിക്കലല്ല. മിണ്ടരുത്.
പഠിച്ച തൊഴില അറിയാൻ പാടില്ലാതെ ചെയ്യുന്ന ഒരുതരം മന്ത്രവാദമാണോ പഠിച്ച തൊഴില്? കിട്ടുവോ? റാൻ നോം ഈ ഏഭ്യമാരെ തല്ലിയാൽ തീണ്ടിയിട്ട് ഉടനടി കുളിക്കേണ്ടി വരും. നീ ഈ ഗന്ധർവന്മാർക്കിട്ട് കൊടുക്കുക ഓരോ അടി വീതം. കിട്ടുവോ? അത് വേണ്ട കേട്ടോ. പിളകികളാണേലും പെണ്ണല്ലേ, അവിടെ നിൽക്കട്ടെ. എന്താ വേണ്ടതെന്ന് ഒന്ന് കൂലങ്കഷമായിട്ട് അങ്ങ് ചിന്തിക്കട്ടെ. ഓ അങ്ങനെ. അപ്പോ ആരെയാണാവോ ആദ്യം നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്? ഈ പൂജാരിയെ ഇവൻ കാണിച്ചത് ധിക്കാരല്ലേ? ധിക്കാരം തന്നെ. കേട്ടാ പൂവാടി അടിയൻ ഇങ്ങോട്ട് നീങ്ങി നില്ലടാ അത്തമ്മാടി. അടിയനാ പൂവാടിയെ. അടിയൻ അടി മതി തമ്പ്ര. എങ്കിൽ പറയടാ കരുതപ്പ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഒരു പൂശയായിരുന്നേ. പൂജ ചെയ്യാൻ നിനക്കൊക്കെ അധികാരമുണ്ടോടാ? ദൈവത്തെ തൊടാൻ നിനക്കൊക്കെ അധികാരമുണ്ടോടാ? പറയടാ, അതിനൊക്കെയുള്ള അധികാരം ആർക്കാനടാ? അയ്യപ്പ ഓ നീ പറയടാ. തമ്പ്രാക്കന്മാർക്കാന്നേ തമ്പ്ര. നീ പറയടേ, പൂജ ചെയ്യാനുള്ള അധികാരം ആർക്കാ? അടിയൻ തമ്പുരാക്കന്മാർക്കാണേ. ഇവന്റെ പേരെന്താ? അടിയൻ കൊച്ചോല എന്ന ഓലമടല് പറ. പൂജ ചെയ്യാനുള്ള അധികാരം ആർക്കാ? അത് ഞങ്ങൾക്കാ ഉള്ളത്. ദൈവാധീനം ജഗത് സർവം, മന്ത്രാധീനം ദൈവതം, തന്മന്ത്രം ബ്രാഹ്മണാധീനം, ബ്രാഹ്മണോ മമ ദൈവതം. മനസ്സിലായോടാ? പൂജ ചെയ്യാനുള്ള അധികാരം തമ്പുരാക്കന്മാർക്കുള്ളതാണ്. നിങ്ങൾ പാടത്ത് കിടന്ന് പഴുതോണം. അതൊക്കെ ദൈവത്തിന്റെ തീരുമാനം. ഓരോ ജാതിക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ചെയ്യാവൂ. ഈ നാട്ടിലെ വസ്തുവകകളെല്ലാം തമ്പുരാക്കന്മാരുടേതാണ്. അത് അവര് നോക്കിക്കോളൂ. അതിലെ വിളവുകൾ അവരെടുത്തോളൂ. അത് അവർ തന്നെ സൂക്ഷിച്ചോളൂ. അതിനാൽ നിങ്ങൾ ചെയ്തത് അക്ഷന്തവ്യമായ കുറ്റം, തെറ്റ്. ചാൽ അതിനെന്ത് ശിക്ഷയാ വേണ്ടത്? അടിയങ്ങളോട് ക്ഷമിക്ക തമ്പ്ര. ചാൽ നോമൊന്ന് ക്ഷമിച്ചു എന്ന് വെച്ച് പ്രശ്നം തീരില്ലാലോ. അത് ദൈവത്തിന് തീരെ അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത കാര്യ. ചാൽ എങ്ങനെ കിട്ടൂ? ഭേഷ്. അത് തന്നെ അതിന്റെ ശരിയായ ശിക്ഷ. മാത്രമല്ല ഇവർക്കതൊരു പുണ്യമാകും. എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു അത്രേ. പിന്നെ എല്ലാ ദിവസവും രാത്രി തമ്പുരാൻ ആ മെതിപുരയിൽ വരും. പൂമാലെ മാതേ മാറി മാറി ഒരു 3-4 മാസം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണം. ഈ തീരുമാനം ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെ അംഗീകരിച്ചു കൊള്ളണം. അംഗീകരിക്കാൻ എന്തെങ്കിലും വിസമ്മതം ഉണ്ടാച്ച ഈ മാടൻ കത്തിച്ചു കളഞ്ഞ് എല്ലാറ്റിനെയും തല്ലിക്കൊന്ന് ആ പാടത്ത് താത്തി കളയും. പറഞ്ഞേക്കാം. മിണ്ടരുത് നായ്ക്കളെ. പറയുന്നത് കേക്ക്. രാത്രിയാകാറായി. അർത്ഥചന്ദ്രൻ ഉദിച്ചാലും ഇല്ലെങ്കിലും മാതയും പൂമാലയും കൂടെ മെതിപുരയിലേക്ക് അങ്ങ് വാ. അല്ലെങ്കിൽ ഇതൊക്കെ പതിവുള്ളതാ. ഞങ്ങള് കാത്തിരിക്കുവേ. എന്തിനാണ് കരയുന്നത്? നിർത്ത്. തമ്പുരാനല്ല അച്ഛൻ. തമ്പുരാൻ ഒരാളേ ഉള്ളൂ. അത് ദൈവമാണ്. എന്തിനാണ് എല്ലാവരും കരയുന്നത്? എന്തോ തക്കതായ കാര്യമുണ്ടല്ലോ. കരയാതെ കാര്യം പറയൂ. എന്റെ സഹോദരങ്ങളെ,
കരയാതെ കാര്യം തുറന്നു പറയൂ. എനിക്കാണെങ്കിൽ അങ്ങനെ അധികം സംസാരിച്ച് ശീലമില്ല. പറയൂ. ഞങ്ങളെ ആ തമ്പ്ര കൊല്ലുമെന്ന്. ഞങ്ങള് ഏതാണ്ട് വേണ്ടാതിനം കാട്ടിന്ന്. എന്റെ അച്ഛേ, ഞാനൊരു കൂടോത്ര പൂജ ചെയ്തു പോയി. ഈ പൂമാലനെ തിരക്കി മുതുവാതി രാത്രിയിൽ ഒരു കെന്തർവം വന്ന് ചെറ്റേ മുട്ടൻ. അതിനൊരു പ്രതിവിധിക്കായിരുന്നു കൂടോത്ര പൂശ. അറുകൊല ദൈവത്തിന്. എന്ത് ദൈവം? അറുകൊല അറുകൊല. ഞങ്ങൾക്ക് പൂജ ചെയ്യാൻ അവകാശമില്ലെന്ന്. അവകാശം? അതെ, അവകാശമില്ലെന്ന് തമ്പ്രാനും തമ്പാനും. അതാരാ തമ്പ്രാനും തമ്പാനും? വല്യമ്പ്രാനും കൂടെ നടക്കുന്ന ആട് തല്ലി തമ്പാനും. പൂജ തമ്പ്രാക്കൾക്ക് മാത്രമേ പറ്റുള്ളെന്ന്. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? പൂശകശ ഇട്ടോ എന്ന് പറയണം തോന്നിയതാ തമ്പ്ര. പക്ഷെങ്കി അവര് കൊന്നുകളയും. ഇവർ എന്തിനാ കരയുന്നത്? രാത്രി കാലങ്ങളിൽ ഈ എന്റെ 2 മക്കളെ ഞാൻ ആ തമ്പ്രാക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന്. ഞങ്ങള് എന്നാ ചെയ്യുവച്ച? പെറ്റു വളർത്തിയ മക്കളെ തമ്പ്രാക്കൾക്ക് വിട്ടുകൊടുക്കണ, അതാ കെട്ടി തൂങ്ങി ചാകണ. ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഈ ജന്മം തന്നത്. ഏത് ദൈവം? ഞങ്ങൾക്ക് ദൈവങ്ങളില്ലച്ച. തമ്പ്രാക്കടെ അമ്പലങ്ങളുടെ അയൽപക്കത്തൂടെ പോലും ഞങ്ങൾക്ക് നടക്കാൻ മേല. പിടിച്ചു കൊന്നുകളയും. വല്ല കല്ലോ കരിക്കട്ടോ എടുത്തു വെച്ച് ദൈവമെന്ന് കരുതി പൂശിക്കാൻ തുടങ്ങിയ അതിനും തമ്പ്രാക്ക സമ്മതിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം അങ്ങ് ബെത്ലഹേമിൽ ജനിച്ചു. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ ജനിച്ചതും ഒരു പുൽത്തൊട്ടില്ലായിരുന്നു. അവന്റെ സന്തത സഹചാരികളെല്ലാം നിങ്ങളെപ്പോലെ പാവങ്ങളായിരുന്നു. അവൻ അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും ദൈവമാണ്. അവനിരിക്കുന്ന ആലയത്തിൽ ആർക്കും പ്രവേശിക്കാം. നിങ്ങൾ പ്രവേശിക്കണം. യേശുവിനോട് പ്രാർത്ഥിക്കണം. അവനെ രക്ഷകനായി സ്വീകരിക്കണം. അവൻ വെളിച്ചമാണ്. മറ്റുള്ളവർ മനഃപൂർവ്വം ഇരുട്ട് കുത്തി നിറച്ചിരിക്കുന്ന നിങ്ങളുടെ മനസ്സുകളിലേക്ക് വെളിച്ചമായി ആ വചനങ്ങൾ വന്നു ചേരണം. നിങ്ങൾ ജ്ഞാനം സമ്പാദിക്കണം. വിദ്യാസമ്പന്നരായി തീരണം. വിദ്യാസമ്പന്നരാകുമ്പോൾ അടിമകളല്ലെന്ന ബോധം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ അടിമകളല്ല. അവരെപ്പോലെ തന്നെ ജീവിക്കാൻ നിങ്ങൾക്കും അവകാശമുണ്ട് ഈ ഭൂമിയിൽ. നമ്മളെല്ലാവരും ആ ദൈവത്തിന്റെ മക്കളാകണം. അങ്ങനെ മോചനം നേടണം. അതിനെന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അവൻ നിത്യരക്ഷകനാണ്, യേശുദേവൻ. അവനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിക്കണം. നമ്മുടെ രക്ഷകനുള്ളപ്പോൾ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ പള്ളിയിലേക്ക് വരണം. പള്ളി ദൈവത്തിന്റെ ആലയമാണ്. ദൈവം ഇരിക്കുന്നിടത്ത് നമ്മൾ വിശുദ്ധിയോടെ ചെല്ലണം. നമ്മളെല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിന്റെ അനുയായികളാകണം. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ കരുത്തരാകും. കാരണം കരുത്തനായ ദൈവത്തിന്റെ മക്കളായി നാം മാറും. നാളെ നിങ്ങൾ പള്ളിയിലേക്ക് വരുമോ? ഞങ്ങൾ വരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പള്ളിയിലച്ചൻ പോയില്ലേ? ഇങ്ങേര് മതം മാറ്റം നടക്കുകയായിരിക്കും. വാടി പലികളെ, നേരം കുറയായി തമ്പുരാൻ നിന്ന് വിഷമിക്കണത്. തമ്പ്ര പൊക്കോ, പെണ്ണങ്ങ വരണില്ല. മിണ്ടിപ്പോരുത്, കൊന്നുകളയും ഞാൻ. കള തമ്പ്ര, കൊല്ലാൻ വന്നാ ഇമ്മണി പുളിക്കും. ഇനി കൊല്ലലൊന്നും നടക്കുകയല്ല തമ്പ്ര. ഏങ്ങത്തൊരു രക്ഷകനുണ്ട്. അതാരാ? ഈ കുഞ്ഞച്ചനോ? അല്ല, അനശ്വരനായ യേശു, നിത്യരക്ഷകനായ യേശു, മാനവരക്ഷകനായ യേശു. മടിക്കേണ്ട, കയറി വന്നോളൂ. ഇത് യേശുവിന്റെ ആലയമാണ്.
വിശ്വാസികൾക്ക് കയറിയിരിക്കാൻ അനുവാദം ആവശ്യമില്ല. എല്ലാവരും ഇരിക്കൂ. എന്താ ഞാൻ പറയേണ്ടത്? പൊതുവെ വളരെ കുറച്ച് സംസാരിക്കുന്നവനാണ് ഞാൻ. പിന്നെ നിങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരാണ്, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾ. നിങ്ങളോടൊക്കെ എനിക്കിപ്പോ എന്തായാലും സംസാരിച്ചല്ലേ പറ്റൂ. ആദ്യമായി ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും സ്നേഹം കൊതിക്കുന്നു. സ്നേഹം കൊടുക്കണമെന്നും അതുപോലെ സ്നേഹം കിട്ടണമെന്നും ഇല്ലേ? എന്നാൽ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം സ്നേഹമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തെ നമ്മളും സ്നേഹിക്കണം. മനസ്സിലായോ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. എങ്ങനെയൊക്കെയാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നത്? നമ്മൾക്ക് ജീവിക്കാനുള്ള ഈ ഭൂമി സൃഷ്ടിച്ചത് ദൈവമാണ്. അവൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഇത്രയും സുന്ദരമായ ഈ ഭൂമി നമുക്ക് സൃഷ്ടിച്ചു തന്നത്. നമുക്ക് ജീവിക്കാൻ കാറ്റും വെളിച്ചവും വേണ്ടേ? അത് ആര് തരുന്നു? ദൈവം തരുന്നു. നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം. ആ വെള്ളത്തെ ആര് തരുന്നു? ദൈവം തരുന്നു. നമുക്കെല്ലാം തരുന്നവനെ നമ്മളും സ്നേഹിക്കണ്ടേ? അവനോട് നാം നന്ദി കാണിക്കണ്ടേ? അതെങ്ങനെയാണ് നാം പ്രകടിപ്പിക്കേണ്ടത്? ദൈവത്തിന് ഇഷ്ടമായത് നാം പ്രവർത്തിച്ചാൽ മതി. എന്താണ് ദൈവത്തിന് ഇഷ്ടമായത്? നമ്മളെല്ലാവരും ഏറ്റവും നല്ലവരാകുക, വിശുദ്ധിയുള്ളവരാകുക, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, വ്യഭിചരിക്കരുത്, അസൂയപ്പെടരുത്, ക്ഷമാശീലരാകണം. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഏറ്റവും എളിമയുള്ളവനായിരിക്കുക, നീതിയോട് ജീവിക്കുക. ഇതൊക്കെയാണ് ദൈവത്തിന് ഇഷ്ടം. മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾ അനുഗ്രഹിക്കും. നിങ്ങൾ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ ക്രിസ്തുവിന്റെ കൽപ്പനകൾ കൂടി അനുസരിക്കണം. നാളെ ജ്ഞാനസ്നാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? മാമോദീസ എങ്കിൽ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ചടങ്ങുകൾ അവസാനിപ്പിക്കാം. കുഞ്ഞച്ച, ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാ വർക്കി? ചോദിക്കുക. വർക്കിക്ക് മാത്രമല്ല, സംശയം എനിക്കുമുണ്ട്. വർക്കിക്കും പൈലിക്കും സംശയം. അതെ. വർക്കിയോടും പൈലിയോടും എനിക്കറിയാവുന്ന സംശയങ്ങളാണെങ്കിൽ ഞാൻ മറുപടി പറയാം. ഞാൻ അത്രയ്ക്ക് അറിവൊന്നും ഉള്ളവനല്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ അന്തസ്സുള്ള ക്രിസ്ത്യാനികളാണ്. ഈ കണ്ട അലവലാദികളൊക്കെ പള്ളി കയറ്റിയാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? മനസ്സിലായില്ല. ഞങ്ങൾക്ക് ഈ വേടനോടും പറയനോടും ഒപ്പം ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. ഓ, നിങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണല്ലേ? അതെ. തോമാശ്ലീഹ കൊടുങ്ങല്ലൂര് പാലയൂര് വന്ന് നമ്പൂതിരിമാരെ ക്രിസ്ത്യാനികളാക്കിയില്ലേ? ആ വംശപരമ്പരയിൽപ്പെട്ട ക്രിസ്ത്യാനികളാ ഞങ്ങൾ. ഓ, നമ്പൂതിരി ക്രിസ്ത്യാനികൾ. പക്ഷേ ക്രിസ്തുവിന്റെ പിന്നാലെ നടന്നവരിൽ പലരും മുക്കുവരായിരുന്നല്ലോ വർക്കി. ജാതിയിൽ വളരെ താഴ്ന്നവർ. ഏതായാലും കർത്താവ് അവരുടെ ആരുടെയും ജാതി നോക്കി വേർതിരിച്ചതായ അറിവില്ല. അച്ചോ, എവനെയൊക്കെ പിടിച്ച് ക്രിസ്ത്യാനികളാക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. മാർക്കം കൂട്ടിക്കോ. പക്ഷേ പുതു ക്രിസ്ത്യാനികൾക്കായി ഒരു പള്ളി പണിയണം. നിങ്ങൾ വേദപുസ്തകം എടുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല വൈലി. നിന്റെയൊന്നും ഉള്ളിൽ കർത്താവുമില്ല, ഒരു തരി വെട്ടവുമില്ല. തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ. മനസ്സിലായി. വേണ്ടി വന്നാൽ എന്നെ ആ റാണിയിൽ തറയ്ക്കുമെന്ന് എനിക്ക് വിരോധവുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇടയ വഴികളിൽ വ്യതിചലിക്കാതെ നടക്കാനേ എനിക്കറിയൂ. പൂർണ്ണമായും യേശുവിന്റെ വഴിയെ. അവനുണ്ടായിരുന്ന പ്രതിബന്ധങ്ങൾ എനിക്കറിയാം. അത് വെച്ച് നോക്കുമ്പോൾ ഇതെന്ത്?
ആ കുരിശിൽ തൊട്ടെങ്കിലും പ്രാർത്ഥിക്കടോ. നീയൊന്നും നന്നായില്ലെങ്കിലും അനന്തര തലമുറയെങ്കിലും അനുഗ്രഹിക്കപ്പെടും. കുഞ്ഞുമണിത്തെങ്ങനും കന്നിമലപ്പാടവും കുഞ്ഞച്ചന്റെ നാമം പാടുന്നു. ഓരാ കുഞ്ഞച്ചന്റെ ഗീതം പാടുന്നു. കുഞ്ഞുമണിത്തെങ്ങനും കന്നിമലപ്പാടവും കുഞ്ഞച്ചന്റെ നാമം പാടുന്നു. ഓരാ കുഞ്ഞച്ചന്റെ ഗീതം പാടുന്നു. അരികിലെത്തി അടുത്തിരുത്തി ചൊല്ലി കുഞ്ഞച്ചൻ. വയലുകളിൽ അന്തിയോളം വലഞ്ഞിടുവോരേ അരികിലെത്തി അടുത്തിരുത്തി ചൊല്ലി കുഞ്ഞച്ചൻ. സ്നേഹമാ ദൈവം കാത്തിടും തന്റെ കരുണയാൽ നിത്യം മക്കളാ. സ്നേഹമാ ദൈവം കാത്തിടും തന്റെ കരുണയാൽ നിത്യം മക്കളാ. ദുഃഖിതരേ പീഡിതരേ ക്ലേശിതരേ നിന്ദിതരേ. ദുഃഖിതരേ പീഡിതരേ ക്ലേശിതരേ നിന്ദിതരേ. നിങ്ങൾ നേടും ദൈവരാജ്യം യേശുവിൻ രാജ്യം. കുഞ്ഞുമണിത്തെന്നലും കന്നിമലപ്പാടവും കുഞ്ഞച്ചന്റെ നാമം പാടുന്നു. ഓടാൻ കുഞ്ഞച്ചന്റെ ഗീതം പാടുന്നു. കുഞ്ഞുമണിത്തെന്നലും കന്നിമലപ്പാടവും കുഞ്ഞച്ചന്റെ നാമം പാടുന്നു. ഓടാൻ കുഞ്ഞച്ചന്റെ ഗീതം പാടുന്നു. കാര്യം എന്ത്? ഞങ്ങളിപ്പോ ക്രിസ്ത്യാനികളാണ്. ഞങ്ങളുടെ ഉടയതമ്പുരാൻ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ മാപ്പിളമാരായെങ്കിലും നീയൊക്കെ പഴയ പൂവാടിയും കൊച്ചോലയുമല്ലേ? പൂവാടിയെന്നും കൊച്ചോലയെന്നും ഒക്കെ നിങ്ങൾ കളിയാക്കിയിട്ട പേര് ഞങ്ങള് മാറ്റി. ഇപ്പോ ഞാൻ തോമായാണ്, ഇവൻ കറിയായി. പണി പാടത്ത് തന്നെയാണ്. അതെ, പാടത്ത് തന്നെ. പക്ഷേ കൂലി കിട്ടുന്ന പണിയാ. കൂലി പറഞ്ഞുറപ്പിച്ചിട്ടേ പണിക്കിറങ്ങൂ. അല്ലല്ല, നമ്മളെ പഴയ ആ തമ്പുരാന്റെ കാര്യസ്ഥൻ കിട്ടുന്നാരല്ലയോ? കിട്ടു തമ്പുരാൻ എന്ന് വിളിക്കടാ. ഞങ്ങൾക്ക് ഒരു തമ്പുരാനേ ഉള്ളൂ. കുഞ്ഞച്ചനാണെന്ന് എനിക്കറിയാം. അയാളെ ഒന്ന് കാണട്ടെ, രണ്ട് വർത്താനം പറയാനുണ്ടേ. പൈശാചികമായ ഒരു ഉൽപ്പന്നമാണ്. അത് ഉപയോഗിക്കുന്നവന്റെ വസ്ത്രം നാറും, കുടുംബം നാറും. അവൻ സമൂഹത്തെ നാറ്റിക്കും. അവൻ അക്രമങ്ങൾ ചെയ്യുന്ന ഒരു ഭ്രാന്തനായി മാറും. അതിനാൽ അതുപയോഗിക്കരുത്. മറ്റൊന്ന് ഏകപത്നി വ്രതമാണ്. ഒരാൾ ഒന്നിലധികം സ്ത്രീകളെ സ്വീകരിക്കുകയും ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നു. പരസ്യമായും ഏറ്റവും രഹസ്യമായും ഇത് സംഭവിക്കുന്നു. ഇത് ആവർത്തിക്കരുത്. കുടുംബം വിശുദ്ധിയുള്ളതായിരിക്കണം. ഏകഭർത്തൃവ്രതവും ഏകപത്നി വ്രതവും അനുഷ്ഠിക്കുന്ന കുടുംബത്തിൽ വിശുദ്ധി ഉണ്ടാകും. അവിടെ യേശു കടന്നു വരും. നിങ്ങൾ പരസ്പരം കലഹിക്കരുത്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾ അറിവുള്ളവരും സംസ്കാര സമ്പന്നരുമാകണം. നിങ്ങളുടെ മക്കളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം. നിങ്ങളെല്ലാവരും അങ്ങനെ വലിയവരാകണം. ആത്മാവിൽ നീ നിറയൂ, സ്നേഹജ്യോതിസി ആകതാരിൽ നീ അലിയൂ.
തിരുഹൃദയ സ്നേഹരൂപ